ലിയം റെസനിയോർ ചെൽസിയിൽ ഒരു ഭീകര സക്സസ് ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഐ ഗോട്ട് 4 റീസൺ ഫോർ ദാറ്റ്. ഒന്നാമത്തെ കാര്യം, പുള്ളി ടാക്ടിക്കലി ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടും അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നുള്ളതാണ്. ചെൽസിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചെൽസി കളിക്കുന്ന ഒരു 4-2-3-1 ഫോർമേഷനിലാണ്. ലിയാമിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് പൊസിഷൻസ്, ഒന്ന് 3-4-3, മറ്റേത് 4-2-3-1 ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ചെൽസിക്ക് ഇപ്പം കളിക്കുന്ന സിസ്റ്റത്തിൽ തന്നെ കളിച്ചുകൊണ്ട് പോകാം എന്നുള്ളതാണ്. ഒരു ഫോർമേഷൻ ചേഞ്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോംപ്ലക്സിറ്റിയും കാര്യങ്ങളോ ഒന്നും ഈ കോച്ച് മാറുന്നതിലൂടെ ഉണ്ടാവുന്നില്ല. പിന്നെ മെറസ്കയായിട്ട് കമ്പയർ ചെയ്യുമ്പം ലിയാം എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ഒരു ടാക്ടിക്കലി ഒരു 1 സ്റ്റെപ്പ് അഹെഡ് ആയിട്ടുള്ള ഒരു മാനേജറാണ്. അതും ചെൽസി ഫുട്ബോൾ ക്ലബ്ബിന് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുമെന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തെ കാര്യം, യൂത്തിന് പുള്ളി കൊടുക്കുന്ന ഒരു ട്രസ്റ്റാണ്. നമ്മളിപ്പം കഴിഞ്ഞ മത്സരം നോക്കിക്കഴിഞ്ഞാലും സാന്റോസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഗിറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഹാറ്റോ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവർ 3 പേരും മരസ്ക ഒരുപാട് ട്രസ്റ്റ് ചെയ്യാത്ത പ്ലെയേഴ്സ് ആയിരുന്നു. അല്ലെങ്കിൽ ഇവരെ 3 പേരെ ഒരുമിച്ചൊന്നും മരസ്ക ഒരു ഗെയിമിലും സ്റ്റാർട്ട് ചെയ്തതായിട്ടും എൻ്റെ ഓർമ്മയിലില്ല. അപ്പം ചെൽസിയുടെ ഒരു ബോർഡിൻ്റെ ഒരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷനിൽ നമുക്ക് പറ്റിയ ഒരു കോച്ചാണ് റെസന്യോർ എന്നുള്ളത് നമുക്ക് കരുതാം. മൂന്നാമത്തെ കാര്യം, പുള്ളിക്ക് ചെൽസിയെ ബോർഡുമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് പുള്ളി ചെൽസി ബ്ലൂക്കോൻ്റെ അണ്ടറിൽ ഉള്ള സ്ട്രാസ്ബർഗിൽ കഴിഞ്ഞ 2 സീസണായിട്ട് കളിക്കുന്നുണ്ട്. അവിടെ നല്ല ഡീസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. അതും അണ്ടർ 23 പ്ലേയേഴ്സ് അല്ലെങ്കിൽ യൂത്ത് പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് അവിടെയും പുള്ളി ഈ സക്സസ് എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പം മാനേജ്മെൻറ്റിൻ്റെ വിഷനുമായിട്ട് പുള്ളിക്ക് ചേർന്ന് പോകാൻ പറ്റും. അൺലെസ് റിസൾട്ട് ഒരുപാട് മോശമായിട്ടില്ലെങ്കിൽ നമ്മൾ ഓണേഴ്സുമായിട്ടുള്ള ഒരു ഡിസഗ്രിമെൻറ്റിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ഫോൾ ഔട്ടോ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. നാലാമത്തെ കാര്യം, റൂണി പുള്ളിയെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പുള്ളി റൂണിയുടെ കീഴിൽ ഇതിന് മുന്നേ കളിച്ചിട്ടുണ്ട്. സോ റൂണി ഒരുപാട് ഹൈപ്പ് ചെയ്യുന്ന ഒരു മാനേജറാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു അസിസ്റ്റൻ്റ് ആയിട്ടാണ് ലിയാമിനെ കൺസിഡർ ചെയ്യപ്പെടുന്നത്. പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യം, യങ് പ്ലെയേഴ്സിന് പുള്ളിയുടെ ടാക്ടിക്സ് പറഞ്ഞു കൊടുക്കുന്ന ഏരിയയൊക്കെ ഒത്തിരി അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് ഈ റൂണി. സോ അത് നമുക്കൊരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം, എസ്പെഷ്യലി നമ്മുടെ സ്ക്വാഡിൻ്റെ ഒരു പ്രായവും കാര്യങ്ങളൊക്കെ കണക്കാക്കുമ്പോൾ. പിന്നെ ഓഫ് കോഴ്സ് വീക്ക്നെസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, പുള്ളി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഒത്തിരി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ടോപ്പ് ക്ലബ്ബുകൾ പുള്ളി ഒരുപാട് ട്രെയിൻ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ട്രോഫികളൊന്നും ഇതുവരെ വിൻ ചെയ്തിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ഒരു 50-60% ഓഫ് ദ ചെൽസി ഫാൻസ് ഒത്തിരി സ്കെപ്റ്റിക്കലാണ് ഈ ഒരു അപ്പോയിൻമെൻറ്റിന്. അപ്പം 1-2 റിസൾട്ട് മോശമായി കഴിക്കുമെങ്കിൽ തന്നെ അവരവരുടെ ഒരു റിയാക്ഷൻസ് ഉണ്ടാവും. അത് പുള്ളി എങ്ങനെ എടുക്കുന്നു, ആ ഒരു പ്രഷർ ലിയാം എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളത് അതിനനുസരിച്ചിരിക്കും പുള്ളിയുടെ ഒരു ഫ്യൂച്ചർ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വാട്ട് ഡു യു തിങ്ക് ഹീ ഈസ് ദ റൈറ്റ് മാൻ ഓർ നോട്ട്? താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്.